47 വർഷം മുമ്പ് നടന്നൊരു കാര്യങ്ങൾ ശരിയാണെന്നോ തെറ്റാണെന്നോ എങ്ങനെ തെളിയിക്കാൻ കഴിയും? ഭാഗ്യലക്ഷ്മി ചേച്ചി തന്നെ അപർണയോട് ഇന്നലെ പറയുന്ന ഒരു സംഭവം ഉണ്ടായി. 35 വർഷം മുമ്പ് എനിക്ക് നടന്ന സംഭവങ്ങളടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു കേസ് എത്രമാത്രം പോസിബിൾ ആണ്? കഴിഞ്ഞ വർഷത്തിൽ തന്നെ രണ്ട് പ്രമുഖ ആൾക്കാർക്കെതിരെ, ഒരു പ്രൊഡ്യൂസർ ഒരു ഡയറക്ടർക്കെതിരെ പരാതികൾ വന്നപ്പോൾ അത് കൺസെന്റോടുകൂടി അവർ സ്വകാര്യ നിമിഷങ്ങൾ പങ്കിട്ട കാര്യങ്ങൾ പിന്നീട് മറ്റു പല കേസുകളുമായപ്പോൾ അതിനെക്കുറിച്ച് ഹൈക്കോടതി അടക്കം എടുത്ത സമീപനം നമുക്കറിയാം. അപ്പോ ഇതൊരു ബാലൻസിൽ കൊണ്ടുപോകണം, ഒരു സെൻസിറ്റീവായി കൊണ്ടുപോകണം. ആരെയെങ്കിലും കരിവാരത്തേക്കാനോ കേസ് ഉണ്ടാക്കാനോ പേര് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കാനോ അല്ല. നാളെ ഒരു തിരിച്ച് ഡിഫമേഷൻ കേസുമായിട്ട് വരും, ഒരു നാളെ പുഷ് ബാക്ക് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ സൊല്യൂഷൻ വേണ്ടേ? ഇന്നലത്തെ പ്രശ്നങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഇന്നലെ യെസ്റ്റർഡേ ഓറിയന്റഡ് ആകരുത്. അതൊരു പേടിപ്പിക്കലല്ലേ രാഹുലെ? അതൊരു പേടിപ്പിക്കലല്ലേ? ഇപ്പൊ ഈ മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുമ്പോൾ ഇത്തരം ചില അഭിപ്രായങ്ങൾ വരുമ്പോൾ അതൊരു പേടിപ്പിക്കലല്ലേ? നോക്കൂ, നിങ്ങൾ പരാതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ ഡിഫമേഷൻ വരും എന്ന് പറയുന്നിടത്ത് പരാതി കൊടുക്കാമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനിച്ചിട്ടുള്ള ഇരകൾ ഉണ്ടെങ്കിൽ പോലും എങ്ങനെ പുറത്തോട്ട് വരും? എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം വരെ ആ തരത്തിലല്ല ഞാൻ വിചാരിച്ചത്. പക്ഷേ പുതിയ പുതിയ ആൾക്കാർ വരുന്നു. രാഹുൽ അടക്കം പേടിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ആൾക്കാർ പരാതി കൊടുക്കാൻ മുന്നോട്ട് വരിക? ഡിഫമേഷനെ പേടിച്ചിട്ട് മാറി നിൽക്കണം. കോടതി പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഇരയും വേട്ടക്കാരനും ആകുന്നത്? കോടതി പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ? ഇപ്പം വിജയബാബു വേട്ടക്കാരനാണോ അല്ലെങ്കിൽ ഒമർ ലുലു വേട്ടക്കാരനാണോ? വേണ്ട, എനിക്കെതിരെ ഈ റിപ്പോർട്ടിലോ മറ്റു കാര്യത്തിലോ പരാമർശം ഉണ്ടെന്നിരിക്കട്ടെ, കോടതി പറയുന്നത് വരെ ഞാൻ വേട്ടക്കാരനാകുമോ? കോടതി പറഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് ഇരയെന്ന് വിളിക്കാം. അതിജീവിതയുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. പരാതി കൊടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യപ്പെടണം. മറുഭാഗത്തൊരു പുരുഷനില്ലേ? നാളെ ആർക്കെതിരെയും ഒരു വ്യാജ പരാതി വന്നൂടെ? നാളെ എനിക്കെതിരെ വരാം, ലിബർട്ടി വിഷയ സാറിനെതിരെ വരാം, പ്രജി സാറിനെതിരെ വരാം. അങ്ങനെ ഞങ്ങൾക്കെതിരെ ഒരു പരാതി വന്നാൽ ഞങ്ങളെ അങ്ങ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം, ഞങ്ങളെ സാമൂഹികമായിട്ട് ഓസ്ട്രസൈസ് ചെയ്യണം, ഭ്രഷ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ എന്റെ നഷ്ടപ്പെട്ട 2 വർഷം ആര് തരും? അപ്പൊ പ്രായോഗികമായി ഒരു സമവായത്തിന്റെ ഭാഷയിൽ പോകണ്ടേ? ചില കേസുകൾ ഉണ്ടായി കാണും, ആരും തർക്കിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ശരിക്കും ഒരു കാര്യം കൂടെ, ഹേമ കമ്മീഷനല്ല കമ്മിറ്റിയാണ്. അതായത് കമ്മീഷനും കമ്മിറ്റിയും തമ്മിൽ നിയമപരമായി തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കമ്മീഷന് കുറച്ചുകൂടെ വിപുലമായ അധികാരങ്ങളും തെളിവെടുപ്പിനുള്ള സ്പേസും ഉണ്ട്. കമ്മിറ്റിക്ക് അത്രയും ഇല്ല, കൂടുതൽ ഒരു പഠന കമ്മിറ്റി പോലെയാണ്. എന്നിരുന്നാലും വളരെ പ്രസക്തമായും പ്രമുഖമായ കാര്യങ്ങളാണ്. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആകണം. അവിടെയാണ് എനിക്ക് ശ്രീ പിണറായി വിജയൻ അവർകളോട് യാതൊരു അനുഭവമില്ലാത്ത വ്യക്തിയാണ്. പക്ഷെ ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്തത് പക്വതയോടെയാണ്, പാകതയോടെയാണ്, അവധാനതയോടുകൂടിയാണ്. ഒരു ഗവൺമെന്റിന് ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ.